എല്ലാരും ഒരുങ്ങി കഴിഞ്ഞില്ല ഇതുവരെ? മോളെ മാളു, കുഞ്ഞിയമ്മു, അഞ്ചു എവിടെ? കുഞ്ഞി, വിളിച്ചു കൂവണ്ട, ഞങ്ങൾ വന്നു, പോവാം. മാളു, വിഷ എവിടെ? അതച്ചാ, വിഷുവിനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു SM ഗ്രൂപ്പുമായിട്ട്. പിന്നെ അതുമല്ല, പോകുന്ന വഴിക്ക് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. എന്നാ ശരി, നമ്മൾക്ക് ഇറങ്ങാം. വാ മക്കളെ, നമ്മൾക്ക് അങ്ങോട്ട് പോവാം. മുത്തശ്ശ, എനിക്കൊരു കോൾ ഉണ്ട്, നിങ്ങൾ നടന്നു, ഞാനിപ്പോ വരാം. ശരി മോനെ. ഈശ്വര, നിനക്കറിയാലോ ഞാനിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ഈ പ്രശ്നത്തിലൊക്കെ ഉള്ള പരിഹാരം നീ തന്നെ കാണണം. ഇതിനുള്ള പരിഹാരം എന്താ? ഉണ്ണിയേട്ടാ. എന്റെ അമ്മേ, പേടിപ്പിക്കുമോ നീ മനുഷ്യനെ? അയ്യേ, ഉണ്ണിയേട്ടൻ പേടിച്ചോ? അപ്പൊ ഇത്രയ്ക്കുള്ളോ എന്റെ ഉണ്ണിയേട്ടൻ? പിന്നെ പെട്ടെന്ന് മുന്നിലോട്ട് വന്ന് ചാടിയാൽ ആരാരും പേടിച്ചു പോകില്ലേ? ഓഹോ, അല്ല അതിരിക്കട്ടെ, ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചു? അതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നേ? അതെന്താ എന്നോട് പറഞ്ഞാൽ? പറയാൻ സൗകര്യമില്ലെങ്കിലോ? എന്റെ ഉണ്ണിയേട്ടാ, എന്താ നിങ്ങൾ എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചൂടെ? എപ്പോ കണ്ടാലും ഇങ്ങനെ തന്നെ. പിന്നെ ഉണ്ണിയേട്ടാ, ഞാനെന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നറിയോ? ആ, എനിക്കൊന്നും അറിയില്ല. ഏതെങ്കിലും ഒരു കോന്തനെ കിട്ടട്ടെ എന്നാവും. ആ, അത് ശരിയാ, ഒരു കോന്തൻ തന്നെയാ. ആ കോന്തന എന്റെ മുന്നിൽ നിൽക്കുന്നേ. ഡി, കലിപ്പായാലും എനിക്ക് എന്റെ ഉണ്ണിമാഷിനെ മതി. ഡി, നിന്നെ ഞാൻ... എന്താണ് കിച്ചു, പരിസരബോധമില്ലാതെ ചിരിക്കുന്നു? ഏയ്, ഒന്നുമില്ല. ഡാ, അങ്ങോട്ട് നോക്ക്, വേദികയല്ലേ അത്? ഇവളെപ്പോഴാ ലണ്ടനിൽ നിന്ന് വന്നത്? ഡാ, നീ എന്തേ നോക്കി നിൽക്കുന്നത്? പോയി സംസാരിക്ക അവളോട്. ഏയ് വിശാൽ, അത് വേണം. എനിക്കെന്തോ വേണം. നീ പോ, ചെല്ല്. ഡാ, അത്... ഡാ, പോയി സംസാരിക്കാൻ. ഹായ് വേദിക. ഹായ് പ്രവീൺ, നീയോ? അതെ, ഞാൻ തന്നെ. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യമാ പ്രവീൺ, നിന്നെ ഞാൻ മറക്കുവോ? ആഹാ, അല്ല, നീ ലണ്ടനിൽ നിന്ന് എന്ന് വന്നു? ഞാൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് മോളെ, പോവാം. അല്ല, ഇതാരാ? ആ അമ്മേ, ഇത് പ്രവീൺ, എന്റെ കൂടെ പഠിച്ചതാ. ഹായ് ആന്റി. ഹായ് മോനെ. എന്നാ ശരി പ്രവീൺ, ഞങ്ങൾ പോകട്ടെ. ശരി വേദിക. അതെ, പിന്നെ വേദിക, തന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ആ അപ്പച്ചി, അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും വെയിറ്റ് ചെയ്യുക. എന്നാ ശരി മോനെ, ഒരു ദിവസം വീട്ടിലോട്ട് വരണം കേട്ടോ? ശരി ആന്റി, തീർച്ചയായും വരാം.
അലക്സ്, എന്താ സാർ? എടോ, താനൊന്ന് എസ് എമ്മിനെ വിളിച്ചു നോക്ക്, സമയം പോകുന്നു. സർ, സോറി സർ, എസ് എം സാറിന് ഇന്ന് മീറ്റിംഗിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നു. ഇത് പറയാനായി ഞാൻ സാറിനെ വിളിച്ചപ്പോ സാർ കോൾ എടുത്തില്ല. വാട്ട്? ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നോ? ഓ ഷിറ്റ്. ഹായ് രമേശ്, അലക്സ് ആണ്. എന്തായിടോ, തന്റെ സാറ് വന്നോ? വന്നു. സാറ് നല്ല ദേഷ്യത്തിലാണ് ഇറങ്ങിപ്പോയത്. വേറൊരു ദിവസത്തേക്ക് മീറ്റിംഗ് വെക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് എസ് എം സാറിനോടൊന്ന് ചോദിക്കട്ടെ. ഓക്കെ രമേശ്. വാട്ട്? ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വനാഥ് സാറിന്റെ മകളായ വേദിക വിശ്വനാഥിനെ കുറിച്ചാണ്. ഈ കൊച്ചാണോ താൻ പറയുന്ന വേദിക? തന്റെ വാട്സാപ്പിലോട്ട് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എസ് എസ്, ഇവൾ തന്നെ. ഓ ഗോഡ്. തൽക്കാലം ഇത് എസ് എം സാർ അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എസ് എം സാർ അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നം അറിയാലോ. ഓക്കെ. അല്ല, ഞാൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാർ ഇപ്പോൾ എവിടെ ഉണ്ടാവും? സാർ ഇപ്പോ സാറിന്റെ വീട്ടിലുണ്ട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എസ് എം സാർ, സാർ എന്തിനാ വരാൻ പറഞ്ഞത്? സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഒരു പ്രശ്നമുണ്ടെന്ന് കരുതിക്കോളൂ. സാർ, എന്താ പ്രശ്നം? ഒരാളെ കിഡ്നാപ്പ് ചെയ്യണം. സാർ, ആരെ? ആളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അതിലുണ്ട്. സാർ, അത് ഇങ്ങോട്ടൊന്നും പറയണ്ട. പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. അതല്ല ചെയ്യാതിരിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഈ സിദ്ധാർത്ഥ് മേനോൻ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. ചെയ്യാം സാർ. ഗുഡ്. മഹി, എന്താ അച്ഛാ? മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ അച്ഛൻ പറഞ്ഞോളൂ. മഹിമോനെ, തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ ധ്രുവമോൻ? അതെ, അതിനിപ്പോ എന്താ? നോക്കു മോനെ, ഞങ്ങൾക്കൊക്കെ വയസ്സായി. ഞങ്ങൾക്കും കാണില്ലേ ഞങ്ങളുടെ കൊച്ചുമോന്റെ വിവാഹം കാണാനൊരാഗ്രഹം? നമ്മുടെ ധ്രുവമോൻക്ക് ഒരു പെണ്ണിനെ വേണ്ടേ? അച്ഛാ, ഈ കാര്യം ഞാൻ അച്ഛനോട് പറയണമെന്ന് വിചാരിക്കുമായിരുന്നു. ധ്രുവക്ക് പറ്റിയ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ശോഭയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ സഹോദരിമാർക്കും 100 വട്ടം സമ്മതം. പിന്നെ അളിയന്മാർക്കും അവളെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ധ്രുവ കൊത്ത കൊച്ചു തന്നെയാ അവൾ, അല്ല അച്ഛാ?